UDF സർക്കാരിന്റെ ബജറ്റിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനുതകുന്ന പുതിയ പദ്ധതികളൊന്നുമില്ലെന്ന് മുൻ MLA എൽദോ എബ്രഹാം. LDF സർക്കാരിന്റെ കാലത്തെ പദ്ധതികളല്ലാതെ മാറിവന്ന സർക്കാർ നാടിനാവശ്യമായ പദ്ധതികൾക്കൊന്നും തുക വകയിരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനുതകുന്ന പുതിയ പദ്ധതികളൊന്നുമില്ലെന്ന് മുൻ MLA എൽദോ എബ്രഹാം പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്തെ പദ്ധതികളല്ലാതെ മാറിവന്ന സർക്കാർ നാടിനാവശ്യമായ പദ്ധതികൾക്കൊന്നും തുക വകയിരുത്തിയിട്ടില്ലെന്നും കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കി കർഷകരെ സഹായിക്കാനുതകുന്ന പ്രൊജക്ടുകൾക്കായി ജില്ലയിലെ UDF MLAമാർ പരിശ്രമിച്ചില്ലെന്നും മുൻ MLA കുറ്റപ്പെടുത്തി. മൂവാറ്റുപുഴയിൽ മാറാടി പഞ്ചായത്തിലെ 2 റോഡുകൾക്ക് വേണ്ടി 9 കോടി രൂപ അനുവദിച്ചത് മാത്രമാണ് ഏക ആശ്വാസം. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റിംഗ് റോഡുകൾ, ജനറൽ ആശുപത്രി വികസനം, വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസം പദ്ധതികൾ, EEC മാർക്കറ്റ് വികസനം, ഗ്രാമീണ റോഡുകളുടെ നവീകരണം തുടങ്ങിയ ജനങ്ങളുടെ വികസനാവശ്യങ്ങൾ കടലാസിലൊതുങ്ങിയതായും നിയോജക മണ്ഡലത്തിലെ നഗരസഭയും 10 ഗ്രാമപഞ്ചായത്തും ഈ ബജറ്റിൽ പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടതായും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. ഒന്നാം LDF ഗവൺമെന്റ് കാലത്തെ പദ്ധതികൾ മാത്രമാണ് ഇപ്പോഴും മൂവാറ്റുപുഴയിലെ വികസന പ്രവർത്തന കാര്യത്തിൽ MLAയ്ക്കും ഇതര ജനപ്രതിനിധികൾക്കും വിശദീകരിക്കാനുള്ളൂവെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ തുക വകയിരുത്തിയ പദ്ധതികളുടെ ആവർത്തനമാണ് ബജറ്റിൽ പ്രകടമാകുന്നത്. മൂവാറ്റുപുഴയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നേതൃത്വം ജനങ്ങളോട് പറഞ്ഞ ഒരു പദ്ധതിക്കും അംഗീകാരം വാങ്ങിയെടുക്കാൻ MLAയ്ക്കായിട്ടില്ലെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.